നാളെ വൈകിട്ടോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ പ്രഖ്യാപനമുണ്ടാകും. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുൻ KPCC അധ്യക്ഷന്മാരെ AICC നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചെന്നാണ് റിപ്പോർട്ട്. കെ സുധാകരൻ, കെ മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ എന്നിവരുമായി നേതൃത്വം നാളെ കൂടിക്കാഴ്ച നടത്തും. സോണിയ, രാഹുൽ, പ്രിയങ്ക കൂടിക്കാഴ്ചയിലാണ് മുതിർന്ന നേതാക്കളോട് അഭിപ്രായം ചോദിക്കാൻ തീരുമാനിച്ചത്. അതേസമയം മുല്ലപ്പള്ളി രാമചന്ദ്രൻ തീരുമാനം പറയാൻ ഡൽഹിക്കില്ലെന്ന് അറിയിച്ചെന്നാണ് വിവരം. ആരോഗ്യ പ്രശ്നങ്ങളുള്ള VM സുധീറിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഫോണിലൂടെ തേടാനും സാധ്യതയുണ്ട്. ഇന്ന് വൈകിട്ടോടെ അദ്ദേഹവുമായി AICC നേതൃത്വം ആശയവിനിമയം നടത്തുമെന്നാണ് സൂചന. മുതിർന്ന നേതാവായ AK ആന്റണിയുടെ നിലപാടും നിർണായകമാകും. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരോടും ഡൽഹിയിലേക്ക് എത്താൻ നിർദ്ദേശം നൽകി. മുൻ KPCC പ്രസിഡന്റുമാരുടെയും മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായം അറിഞ്ഞ ശേഷം നാളെ വൈകിട്ടോടെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ പ്രഖ്യാപനമുണ്ടാകും. ചർച്ചകൾക്കായി തന്നെയും മറ്റു മുതിർന്ന നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്നും നാളെയോ മറ്റന്നാളോ ആയി ഹൈക്കമാൻഡ് തീരുമാനം പുറത്തുവരുമെന്നാണ് പ്രതീക്ഷയെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് വൈകുന്നു എന്ന ആക്ഷേപങ്ങളിൽ കഴമ്പില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ച മാത്രമാണ് പിന്നിട്ടത്. 10 ദിവസത്തോളം സമയമെടുക്കുന്നത് സ്വാഭാവികമാണ്. MLA മാരുടെ അഭിപ്രായത്തോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വം മറ്റ് ഘടകങ്ങളും പരിശോധിക്കുന്നുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. തന്നെ ചർച്ചകൾക്കായി വിളിച്ചത് എന്തിനാണെന്ന് വ്യക്തമല്ലെന്നും എന്നാൽ നിലപാടുകൾ ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന 3 പേരുമായി ഹൈക്കമാൻഡ് വിശദമായ ചർച്ചകൾ നടത്തിയതായും മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് അന്തിമ തീരുമാനമെടുക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അന്തിമമാണെന്നും ആ ഉത്തരവ് ആരും ലംഘിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.